എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റാണ്. അതിനുവേണ്ടി 4 സവാള സ്ലൈസായിട്ട് അരിഞ്ഞു വയ്ക്കേണ്ടതാണ്. എല്ലാ സവാളയും സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചതിന് ശേഷം ഒരു കുടം വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, 2 പച്ചമുളക്, ഒരു തക്കാളി, കരിവേപ്പില എടുത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം 2 പച്ചമുളക്, ഒരു പീസ് ഇഞ്ചി, ഒരു കുടം വെളുത്തുള്ളി നല്ലപോലെ അരച്ചെടുക്കേണ്ടതാണ്. ഈ രൂപത്തിൽ പേസ്റ്റായി എടുത്തു വെക്കേണ്ടതാണ്. അതിനുശേഷം തക്കാളി അരിഞ്ഞു വെക്കേണ്ടതാണ്. ഇനി റോസ്റ്റിനുള്ള കൂട്ട് തയ്യാറാക്കുകയാണ്. സ്റ്റൗ കത്തിച്ച് പാൻ വെക്കേണ്ടതാണ്. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടതാണ്. അതായത് 4 ടേബിൾ സ്പൂണോളം ഒഴിക്കേണ്ടതാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം കടുക് ഇടേണ്ടതാണ്. കടുകൊന്ന് പൊട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് നമ്മൾ എണ്ണയിലോട്ട് ഇടേണ്ടതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, മുളക് പേസ്റ്റ് നമ്മൾ ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റിയതിന് ശേഷം സവാളയും കരിവേപ്പിലയും നമ്മൾ പാനിലോട്ട് ഇടേണ്ടതാണ്. സവാള പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പ് ഇടേണ്ടതാണ്. അതായത് 1.5 ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടതാണ്. സവാള നല്ലപോലെ വഴറ്റിയതിന് ശേഷം തക്കാളി ഇടേണ്ടതാണ്. തക്കാളി ഇട്ടതിന് ശേഷം നല്ലപോലെ വഴറ്റി തക്കാളി ഒന്ന് വേവുന്നവരെ വെക്കേണ്ടതാണ്. ഈ സമയം കൊണ്ട് മറ്റൊരു കൂട്ട് തയ്യാറാക്കേണ്ടതാണ്. എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് നല്ലപോലെ വൃത്തിയാക്കി വെക്കേണ്ടതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ ഉപ്പ് ഇടേണ്ടതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 2 ടീസ്പൂൺ മുളക് പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇടേണ്ടതാണ്. അതിനുശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഈ കൂട്ട് മിക്സ് ചെയ്ത് തയ്യാറാക്കേണ്ടതാണ്. നല്ലപോലെ മിക്സാക്കി കൊഞ്ച് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കേണ്ടതാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ തക്കാളിയും സവാളയും വെന്തിരിക്കുകയാണ്. അതിനുശേഷം 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടേണ്ടതാണ്. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി ഇടേണ്ടതാണ്. ഈ മസാലയെല്ലാം ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സാക്കി യോജിപ്പിച്ച് എടുക്കേണ്ടതാണ്. മസാലയുടെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റേണ്ടതാണ്.
എടുത്തു വെച്ചിരിക്കുന്ന കൊഞ്ച് എല്ലാം നല്ലപോലെ മസാല പിടിച്ചിട്ടുണ്ട്. 10 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ കൂട്ട് വേറെ ഒരു പാത്രത്തിൽ മാറ്റി വെച്ചതിന് ശേഷം ആ പാത്രത്തിൽ തന്നെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കുക. അതായത് 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കേണ്ടതാണ്. അതിനുശേഷം കൊഞ്ച് ഇടേണ്ടതാണ്. ഒരു ഷാലോ ഫ്രൈ ആവുന്നവരെ നമ്മൾ കൊഞ്ച് ഫ്രൈ ആക്കേണ്ടതാണ്. നമ്മുടെ കൊഞ്ച് ഈ രൂപത്തിൽ ഒന്ന് ഫ്രൈ ആയതിനു ശേഷം നേരത്തെ മാറ്റി വച്ചിരിക്കുന്ന മസാല നമ്മൾ ഇടേണ്ടതാണ്. അതിനുശേഷം നല്ലപോലെ കൊഞ്ചും മസാലയും കൂടെ മിക്സ് ആക്കേണ്ടതാണ്. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിക്കേണ്ടതാണ്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന 2 ഗ്ലാസ് വെള്ളം ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. വെള്ളമൊഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്യേണ്ടതാണ്. നല്ലപോലെ മിക്സ് ആയതിനു ശേഷം 5 മിനിറ്റ് പാത്രം അടച്ചു വെച്ച് വേവിക്കാൻ വയ്ക്കേണ്ടതാണ്. സ്വാദിഷ്ടമായ കൊഞ്ച് റോസ്റ്റ് തയ്യാറായിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം. ചപ്പാത്തി റെഡിയായിരിക്കുകയാണ്. ചപ്പാത്തിയും കൊഞ്ച് റോസ്റ്റുമായി കൂട്ടി കഴിക്കേണ്ടതാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.